ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. ഇതാണ് നത്തോലി മീൻപീര. അപ്പം ഇന്ന് ഞാൻ ചോറുണ്ണണതേ ഈ ഒരു മീൻപീര കൂട്ടിയിട്ടാണ് കേട്ടോ. ഉണ്ടാക്കാനേ വളരെ എളുപ്പമുള്ളൊരു മീൻപീരയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെത്തൽ മീൻപീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും അളവ് വെത്തലാണ് കേട്ടോ എടുത്തിരിക്കണത്. വെത്തലെ അതിൻ്റെ തലയും വാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാമേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട് കേട്ടോ. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതാ കുടംപുളി വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഒഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ആവശ്യമുണ്ടേ. തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം കൂടി നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയൊക്കെ അളവേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് തരം മീൻപീര ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങ ഇതേപോലെ ചതച്ചെടുത്താൽ മതിയാകും. ഞാനിന്നേ മൺചട്ടിയിലാണ് കേട്ടോ മീൻപീര ഉണ്ടാക്കണത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത തേങ്ങ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. തേങ്ങ മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊന്നും ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് സ്റ്റവ് കത്തിക്കണത്. അതിന് ശേഷം നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച കുടംപുളി ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഒരു മൺചട്ടിയിൽ കുടംപുളി ചേർത്തിട്ട് ഏത് മീൻ കറി വെച്ചാലും നല്ല രുചിയാണ് കേട്ടോ. മീൻപീരയ്ക്ക് പ്രത്യേകിച്ചും കുടംപുളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൂട്ടുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച വെത്തലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെത്തൽ കൊണ്ട് മാത്രമല്ല കേട്ടോ മീൻപീര ഉണ്ടാക്കാൻ പറ്റണത്. മത്തി കൊണ്ടും പിന്നെ ചൂടമീൻ കൊണ്ടും ഒക്കെ മീൻപീര ഉണ്ടാക്കാം കേട്ടോ. വേവ് കുറഞ്ഞ് ഏത് മീൻ കൊണ്ടും നമ്മൾക്ക് മീൻപീര ഉണ്ടാക്കാമേ. ഞാനിവിടെ അധികവും നത്തോലി കൊണ്ടാണ് കേട്ടോ മീൻപീര ഉണ്ടാക്കാറ്. എരിവ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഈ ഒരു ടൈപ്പ് മീൻപീര ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങ ചതച്ചതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ മീൻ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ തവി കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു മീനായതുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കുമ്പം ശ്രദ്ധിക്കണേ. 5 മുതൽ 10 മിനിറ്റ് സമയം വരെ മാത്രം മതി കേട്ടോ ഈ ഒരു വെത്തൻ്റെ പീര ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലായിടത്തും വേനൽ മഴയൊക്കെ കിട്ടിയോ? ഞങ്ങൾക്കിവിടെ കോഴിക്കോട് ഭാഗത്ത് അധിക ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴ തന്നെയാണ് കേട്ടോ. നല്ല ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വെത്തല് മീൻപീര ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഈ മീൻപീര വറ്റിച്ചത് ഉണ്ടാക്കേണ്ടത്. ഇനി കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളക് നെടുകെ കീറിയതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്നും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ കഴിച്ച് മടുത്തെങ്കിലേ ഇനി ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു മീൻപീര ഉണ്ടെങ്കിലേ ചോറ് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഞാനിന്ന് ചോറും മീൻപീരയും മാത്രമാണ് കേട്ടോ കഴിക്കണത്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുതേ. ഈ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചിട്ട് എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. എരിവ് കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെത്തല് മീൻപീര ട്രൈ ചെയ്ത് നോക്കണേ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുന്നേ ഈ ഒരു മീൻപീര മാത്രം മതി ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാൻ.
നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെത്തൽ മീൻ പീര ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.